മുസ്ലിം ലീഗ് മേഖലാ സമ്മേളനം തട്ടമ്മലിൽ നടന്നു. സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. മുസ്ലിം ലീഗ് തട്ടമ്മൽ മേഖല കുടുംബ സംഗമം ചുവട് 2026 പരിപാടി തട്ടമ്മൽ നരമ്പിൽ ഗവൺമെൻറ് LP സ്കൂളിൽ നടന്നു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതിൽ വിവേചനം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു MLA ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റം വന്ന് ആദ്യമായി പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ ഒരു UDF-ന്റെ MLA നമുക്ക് ലഭിക്കുകയും ആ MLA ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സംഘടനാ പ്രവർത്തനം കൊണ്ടും മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന ഈ തട്ടുമ്മൽ ശാഖ. ഇപ്പോൾ ഇവിടെ TP മുസ്തഫ പറഞ്ഞു, തിരുവനന്തപുരം പോയി പ്രിയപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ സാഹിബിനെ കണ്ട് റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഈ പ്രദേശത്തെ ഈ ശാഖയിലെയും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നും ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷിബു മീരാൻ സാഹിബിന്റെ കാര്യങ്ങൾ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളെക്കൊന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല. നമുക്കറിയാം, ഷിബു മീരാൻ സംസ്ഥാനങ്ങളിൽ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട നേതാവാണ് ഷിബു മീരാൻ. നമുക്കറിയാം, CK സുബൈറും അദ്ദേഹവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയ ആശ്വാസകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തുകളിലെ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന മേഖലാ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പയ്യന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് TP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. എന്നും പത്രകൂടങ്ങളിൽ നമ്മുടെ ഈ റോഡിന്റെ ഈ അപകടനീയ കാര്യങ്ങൾ ഒരു ബസ് യാത്ര പോലും സുഖകരമില്ലാത്ത കാലഘട്ടത്തിൽ 1991 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PK ബാബ സാഹിബ് അദ്ദേഹത്തിന് വേണ്ടി തന്നെ നമ്മളിവിടെ മുസ്ലിം ലീഗിന്റെ ഓഫീസ് ഉദ്ഘാടനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചത്. 16 വീണ്ടും നമ്മുടെ ശാഖാ കമ്മിറ്റി നമ്മുടെ റോഡ് വീണ്ടും ഒന്ന് റീടാറിംഗ് ചെയ്ത് നൽകണമെന്ന ആവശ്യവുമായി കുറേയേറെ നമ്മൾ സഞ്ചരിച്ചു. 10 വർഷം നമ്മൾ വീണ്ടും അവഗണനയുടെ മാത്രം മേൽനോട്ടത്തിലായിരുന്നു. കാരണം നമുക്കറിയാം, പയ്യന്നൂർ നിയോജക മണ്ഡലം CPM-ന്റെ കോട്ടക്കൊട്ടലങ്ങളായി മാറിയ കാലഘട്ടത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് വികസനം ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഉണ്ടായത്. 50,000-60,000 വോട്ടിന്റെ വലിയ മാർജിൻ ഇവിടെ നിഷ്ഫലമായിക്കൊണ്ട് 7,000 വോട്ടിന് അദ്ദേഹം ഈ ജനാധിപത്യത്തിന്റെ ഈ തേരോട്ടം ഇവിടെ നമുക്ക് മുന്നിൽ സമർപ്പിക്കാനാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ എത്തിച്ചേരും. പാർട്ടിയെ സംബന്ധിച്ചുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം നമ്മൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ഈ ബഡ്ജറ്റ് വേളയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഈ 4 കിലോമീറ്റർ റോഡ് വീണ്ടും മെക്കാഡത്തിന് അനുമതി നൽകിക്കൊണ്ടാണ് പുതിയ സർക്കാർ നമുക്ക് സമ്മാനം നൽകിയിരിക്കുന്നത്. 7 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ശാഖാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സാഹിബ്, മുസ്ലിം ലീഗ് തട്ടമ്മൽ ശാഖ ജനറൽ സെക്രട്ടറി അഹമ്മദ് പോത്താങ്കണ്ടം സ്വാഗതം പറഞ്ഞു. UDF ഗവൺമെന്റ് വന്നിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ. ഞങ്ങള് മേൽക്കെട്ട് കൊണ്ട് ഈ റോഡിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട് നമ്മുടെ സജീവമായ രംഗത്തുള്ള മണ്ഡല മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അടക്കം TP മുസ്തഫ സാഹിബ് അടക്കം അങ്ങനെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് ഏത് കാര്യവും പ്രവർത്തിച്ചാൽ ലഭിക്കും ഒഴിവിലാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ മന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സീതി ഹാജിയുടെ മകനുമായ ബഷീർ സാഹിബ് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിലെത്തുന്നത്. ഈ വിവരം ഞങ്ങളുടെ മന്ത്രിയുമായ നമ്മുടെ VD സതീശൻ സാഹിബ് സാറ് നമ്മുടെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതില് സാധാരണ ടോക്കൺ അനുവദിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിന്റെ ഫുൾ ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചപ്പോൾ ഞങ്ങൾ ആഹ്ലാദഭരിതരുമാണ്. ആ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു, ഇതിനൊരു സന്തോഷം ഞങ്ങൾക്ക് പങ്കിടണം. അതിനെ പറ്റിയ ഒരു സന്തോഷ പങ്കിടലാണ് ഞങ്ങൾ സംഘടിപ്പിച്ച് ഈ ഒരു ദിവസത്തെ ഒരു. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. രക്തസാക്ഷികളിലൂടെ ഉയർകൊണ്ടുവന്ന പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏത് കാലത്തും എന്ത് നെറുകേട് കാണിച്ചാലും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നതൊരു പ്രതീക്ഷിച്ചു. ആ ദാഷ്ട്യം കാണിച്ചു.
ഒരുപക്ഷെ ദരിദ്രരായ ആ മനുഷ്യൻ ഓട്ടക്കീശയുമായി പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയപ്പോ സാധിക്കും പോലെ നിങ്ങൾക്ക് കൂടെ നിന്ന് ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് കേരളത്തിലെ UDF പ്രഖ്യാപിച്ചു. ഒരു ബോർഡ് വെക്കാൻ ഇടം കൊടുത്താൽ ആ പറമ്പുടമയുടെ വീട് കത്തിക്കുക, കിണറ്റിൽ കൊണ്ടുപോയി മലമൂത്രം കൊണ്ടുപോയി വാരുക, നെറുകേടിന്റെ ഏറ്റവും താഴേക്ക് പതിക്കാൻ തങ്ങൾക്ക് നാണമില്ലെന്ന് കേരളത്തിലെ CPM തെളിയിക്കാണ്. പറമ്പിൽ ബോർഡ് വെക്കാൻ സ്ഥലം കൊടുത്തു, കുഞ്ഞിക്കൃഷ്ണന് വോട്ട് ചെയ്യണം. രാത്രി മലവും മൂത്രവും തലയിൽ ചുമന്നു കൊണ്ടുവന്ന് കുടിക്കാനുള്ള വെള്ളം കിടക്കുന്ന കിണറ്റിലേക്ക് വിടുകയാണ്. ആര്? ആഗോള വിപ്ലവകാരികൾ, വലിയ മനുഷ്യസ്നേഹികൾ. മനുഷ്യരാകണം. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടും, അതാണ് മാർക്സിസം എന്ന് പാടുന്നവർ കുടിക്കുന്ന വെള്ളത്തിൽ മലം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ആ ഭക്ഷണം വേവിക്കുന്നത് കൊണ്ടാണ്. മലം എന്ന വാക്കിന് നാടൻ ഭാഷയിൽ. പക്ഷേ കേരളം ഇടതു ദുർഭരണത്തെ അവരുടെ അധികാരദാർഢ്യത്തെ തൂത്തെറിയാൻ തീരുമാനിച്ചപ്പോ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു പയ്യന്നൂരിലേത്. വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് നേതാക്കളായ മുസ്തഫ പൊന്നമ്പാറ, ഇക്ബാൽ കോയിപ്ര, ലീഗ് പെരിങ്ങോംവേക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PS ഉസ്മാൻ, ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരും വനിതാ ലീഗ് നേതാക്കളും യൂത്ത് ലീഗ് MSF നേതാക്കളും ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തി. കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി വനിതാ സംഗമം, വിദ്യാർത്ഥി യുവജന സംഗമം എന്നിവയും വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.